സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള നഗരസഭകളിലൊന്നായ കളമശ്ശേരിയിൽ ഇക്കുറി പോരാട്ടം കനക്കും. വിമതരുടെ സാന്നിധ്യം LDFനും UDFനും ഒരുപോലെ തലവേദനയാണ്. കൊച്ചിയുടെ വ്യവസായിക ഇടനാഴിയെന്ന് വിശേഷിപ്പിക്കാവുന്ന നഗരസഭയാണ് കളമശ്ശേരി. ആകെയുള്ള 46 വാർഡുകളിൽ 9ലും വിമതനുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ചെയർമാൻ സ്ഥാനാർത്ഥിയായി LDF ഉയർത്തിക്കാട്ടുന്ന അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ മത്സരിക്കുന്ന 6ാം വാർഡിൽ സിദ്ദിഖ് മൂലേപ്പാടമാണ് വിമത സ്ഥാനാർത്ഥി. UDF ഭരണസമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഭരണം പിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. വനിതയല്ലാത്ത എല്ലാ ഘട്ടത്തിലും മൂപ്പര് മത്സരിച്ചിട്ടുള്ള ആളാണ്. 3ാമത്തെ തവണയാണ് ഇപ്പോൾ ഈ പറയുന്ന അദ്ദേഹം ഇവിടെ ജനവിധി തേടുന്നത്. ജനങ്ങൾ തിരസ്കരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം അതുതന്നെയാണ്. അത് LDFനെ സംബന്ധിച്ച് അതൊരു ഭീഷണിയല്ല. വലിയ വരുമാനമുള്ള കളമശ്ശേരി നഗരസഭ കളമശ്ശേരിക്കകത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള പരിശോധന ഞങ്ങൾ നടത്തുന്നുണ്ട്. ആ നടത്തുന്ന പരിശോധനയിൽ ജനങ്ങളാകമാനം കളമശ്ശേരിക്കകത്ത് LDFന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നതാണ് വരുന്നത്. വാർഡിൽ ലീഗിനാണ് സീറ്റെങ്കിലും സ്വതന്ത്രനായാണ് UDF സ്ഥാനാർത്ഥി മാഹിൻ KEയുടെ മത്സരം. വിമതനായി മുൻ കോൺഗ്രസ് കൗൺസിലർ MT ശിവനും മത്സരിക്കുന്നുണ്ട്. വിമത സ്ഥാനാർത്ഥിയെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന് സത്യം. കോൺഗ്രസിൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്, മുൻ കൗൺസിലറും ഒക്കെയാണ്. പാർട്ടി പരിഗണിച്ചില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പരാതി. ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിടത്തോളം സാറിന് ബാങ്കിലൊരു ബോർഡ് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ, അതിനപ്പുറത്തേക്ക് ഒരു MLA ആവാനുള്ളതൊന്നും എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഇത് രണ്ടും പുള്ളിയെ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടി പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. 2 വാർഡുകളിൽ ലീഗിനും 3 വാർഡുകളിൽ കോൺഗ്രസിനും വിമതരുണ്ട്. ഒരു വാർഡിൽ CPM കൗൺസിലർ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയും മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കാത്തതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ LDF സ്ഥാനാർത്ഥികളായെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ആർക്കും മേൽക്കൈ അവകാശപ്പെടാനാകാത്ത കളമശ്ശേരി നഗരസഭയിൽ ഇക്കുറി പോരാട്ടം കനക്കുമെന്നുറപ്പാണ്. മാലിന്യ പ്രശ്നം, വെള്ളക്കെട്ട്, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും സജീവ ചർച്ചയാകും. കഴിഞ്ഞ തവണ നറുക്കെടുപ്പും വിമതരുടെ പിന്തുണയുമാണ് UDFനെ തുണച്ചത്. ഇക്കുറി LDFനും UDFനും വിമത സ്ഥാനാർത്ഥികളുണ്ട്. ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഇവരുടെ പങ്ക് ഒട്ടും ചെറുതായിരിക്കില്ല. കളമശ്ശേരിയിൽ നിന്ന് PL മനോജിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.